ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ലാത്ത, ബ്ലാക്ക് പാന്തർ ഇല്ലാത്തൊരു മാർവൽ ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ 2016 കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. സിവിൽ വാർ എന്ന സിനിമ സ്ക്രീനിൽ എത്തുന്നതിന് മുൻപ് തന്നെ മാർവലിൻ്റെ ഓഫീസിനുള്ളിൽ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. കറുത്ത വർഗ്ഗക്കാരായ ഒരു ഹീറോയെയും മന്ത്രവാദിയായ ഒരു ഡോക്ടറെയും അവതരിപ്പിക്കാൻ കെവിൻ ഫൈജിക്ക് സ്വന്തം രാജിക്കത്ത് വരെ ആയുധമാക്കേണ്ടി വന്നു. മാർവലിൻ്റെ ഭാവി തീരുമാനിച്ച ആ നിർണായക നിമിഷത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് തുടങ്ങുന്നതിന് മുൻപേ 2006 മുതൽ കേൾക്കുന്ന ഒരു പേരായിരുന്നു ആൻറ്റ്മാൻ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഹോളിവുഡിലെ ജീനിയസ് ഡയറക്ടർമാരിൽ ഒരാളായ എഡ്ഗർ റൈറ്റ് ആയിരുന്നു. ഷോൺ ഓഫ് ദ ഡെഡ് ഒക്കെ എടുത്ത തൻ്റേതായ വിചിത്രമായ ശൈലിയുള്ള ഒരു സംവിധായകനാണ്. ആരാധകർ ആവേശത്തോടെ കാത്തിരുന്നൊരു പ്രോജക്റ്റ്. പക്ഷേ 2014 ഷൂട്ടിംഗ് തുടങ്ങാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ എഡ്ഗർ റൈറ്റ് അത് വിട്ടിട്ട് പോയി. കാരണം അത് ക്രിയേറ്റീവ് ഡിഫറൻസാണ്. ഇതൊരു സാധാരണ വാർത്തയായിരുന്നില്ല. മാർവൽ സ്റ്റുഡിയോസ് സംവിധായകരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന ചീത്തപ്പേര് ഇതോടുകൂടി പുറമെ പരക്കാൻ തുടങ്ങി. ജോസ് വീഡർ അൾട്രോണിൻ്റെ സമയത്ത് അനുഭവിച്ച സമ്മർദ്ദം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ എഡ്ഗർ റൈറ്റും പോവുകയാണ്. മാർവൽ വെറും ഒരു ഫാക്ടറിയായി മാറുകയാണോ എന്ന് നിരൂപകർ ചോദിച്ചു തുടങ്ങി. ഇവിടെയാണ് മാർവലിൻ്റെ ബിസിനസ് തന്ത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരടിപതറിയില്ല, പകരം പുതിയൊരു ടേസ്റ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള തന്ത്രം പയറ്റി. അൾട്രോൺ എന്ന വലിയ ബഹളമയമായ സിനിമയ്ക്ക് ശേഷം അവർക്ക് വേണ്ടത് ലോകം രക്ഷിക്കുന്ന കഥയായിരുന്നില്ല, പകരം ഒരു കൊച്ചു സിനിമയായിരുന്നു. അതിനുവേണ്ടി അവർ ഹെയ്സ്റ്റ് എന്ന് പറയുന്ന ജോണർ തിരഞ്ഞെടുത്തു, അതായത് മോഷണം, ബാങ്ക് കൊള്ളയടിക്കുന്ന സിനിമയുടെ അതേ ഘടന, പക്ഷേ സൂപ്പർ ഹീറോയുടെ വേഷത്തിൽ. പോൾ റഡ് എന്ന കൊമേഡിയനെ നായകനാക്കിയപ്പോൾ പലരും നെറ്റി ചുളിച്ചിരുന്നു. ഇവനെയൊക്കെ ഒരു സൂപ്പർ ഹീറോ ആക്കാൻ പറ്റുമോ? ഇങ്ങനെ ചോദിച്ചവർക്കുള്ള മറുപടി മാർവൽ കൊടുത്തത് ആ കഥാപാത്രത്തിൻ്റെ വലിപ്പത്തിലല്ല, മറിച്ച് ആ സിനിമയുടെ ടോണിലാണ്. തോമസ് ദ ടാങ്ക് എഞ്ചിന് മുകളിലൂടെ നടക്കുന്ന ഒരു ക്ലൈമാക്സ് ആ സിനിമയിലുണ്ട്, ഓർമ്മയുണ്ടോ? ഒരു വലിയ കെട്ടിടം തകർന്നു വീഴുന്നതിന് പകരം ഒരു കളിപ്പാട്ട ട്രെയിനിൻ്റെ മുകളിൽ നടക്കുന്ന ഫൈറ്റ്. മാർവൽ തങ്ങളുടെ ക്ലീഷകളെ കളിയാകാൻ അങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്. ആൻറ്റ്മാൻ ബോക്സ് ഓഫീസിൽ $512 മില്യൺ നേടി. മാർവലിൻ്റെ കണക്ക് വെച്ച് അതൊരു വലിയ വിജയമൊന്നുമല്ല, പക്ഷേ ബിസിനസ് തലത്തിൽ അതൊരു വലിയ വിജയമായിട്ടുള്ള വാർത്തയുണ്ടാക്കി. കാരണം എഡ്ഗർ റൈറ്റ് പോയിട്ടും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഒരു ബി ഗ്രേഡ് കഥാപാത്രത്തെ വെച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. ആൻറ്റ്മാൻ വിജയിച്ചതോടെ അവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ എന്തും വിൽക്കാം. പക്ഷേ ആ ധൈര്യം അവരെ എത്തിച്ചത് അവരുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയിലേക്കാണ്. നമ്മൾ സ്ക്രീനിൽ കണ്ട സിവിൽ വാർ ഇല്ലേ, അത് വെറും ഒരു സിനിമയായിരുന്നില്ല. അത് മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഉള്ളിൽ നടന്ന യഥാർത്ഥ യുദ്ധത്തിൻ്റെ മെറ്റഫറായിരുന്നു. നിങ്ങൾ അറിയേണ്ട ഒരു ഹിഡൻ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മാർവൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ CEO ആയിരുന്ന ഐക്ക് പെർമൾട്ടർ ഒരു പഴയ സ്കൂൾ ബിസിനസ്സുകാരനാണ്. ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ പോളിസി. കരാർ അവസാനിച്ച് നിൽക്കുന്ന റോബർട്ട് ഡൗണി ജൂനിയറിനെ സിവിൽ വാറിലേക്ക് ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഹീറോ ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് തുക അദ്ദേഹം ചോദിക്കുകയും ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അയൺമാൻ ഉണ്ടെങ്കിലേ സിനിമ മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കിയ കെവിൻ ഫൈജി പെർമൾട്ടറുമായിട്ട് ഉടക്കി. കാരണം റോബർട്ടിൻ്റെ ശമ്പളം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അയൺമാനിന് പകരം വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് ശമ്പളം കുറച്ച നടനെ വെച്ച് സിനിമ പിടിക്കാമെന്നാണ് പെർമൾട്ടർ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അയൺമാൻ ഇല്ലാതെ ഒരു സിവിൽ വാർ നടക്കുമായിരുന്നോ? അത് വെറും ഒരു ക്യാപ്റ്റൻ അമേരിക്ക പടമല്ല, അതൊരു വലിയ സംഭവമാണ്. അയൺമാൻ ഇല്ലെങ്കിൽ അത് വെറും ഒരു കൂട്ടത്തല്ലായി മാറും. കെവിൻ ഫൈജിക്ക് അയൺമാനെ മാറ്റുക എന്നുള്ള കാര്യം സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഫൈജി കണ്ടത് സിനിമയല്ല, പുതിയൊരു ബേസാണ് MCUവിന് വേണ്ടി. ഈ ഒരു തർക്കം കൂടിയപ്പോൾ ഫൈജി രാജിവെക്കാൻ വരെ തീരുമാനിച്ചു എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഡിസ്നിയുടെ തലവൻ ബോബ് ഐഗർ ഇടപെട്ടിട്ട് അദ്ദേഹം ചരിത്രപരമായൊരു തീരുമാനമെടുത്തു. അല്ല, ഫൈജി എടുപ്പിച്ചു. മാർവൽ സ്റ്റുഡിയോസിനെ മാർവൽ എൻ്റർടൈൻമെൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ആക്കണം. ഇനി മുതൽ കെവിൻ ഫൈജിക്ക് പെർമൾട്ടറിനോട് ഉത്തരം പറയണ്ട, ഫൈജി നേരിട്ട് ഡിസ്നിയോട് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ MCUവിൻ്റെ പേരിലുള്ള ക്രിയേറ്റീവ് കമ്മിറ്റി പിരിച്ചുവിട്ടു. ഇതാണ് MCUവിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. ഈ സ്വാതന്ത്ര്യം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ബ്ലാക്ക് പാന്തർ ഉണ്ടാകുമായിരുന്നില്ല. കാരണം പെർമൾട്ടർക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ, കറുത്ത വർഗ്ഗക്കാരുടെ സിനിമകൾ ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. റാഗ്നറോക്ക് പോലെ കളർഫുള്ളായ പടങ്ങൾ ഉണ്ടാവാനും സാധ്യത കുറവായിരുന്നു. ഒരുപക്ഷെ സിവിൽ വാർ എന്ന് പറയുന്ന സിനിമ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. സ്ക്രീനിൽ ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതുപോലെ ബോർഡ് റൂമിൽ കെവിൻ ഫൈജി പഴയ മാനേജ്മെൻറ്റിൽ നിന്നും അങ്ങനെ സ്വാതന്ത്ര്യം നേടി. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ ആഘോഷമായിരുന്നു ക്യാപ്റ്റൻ അമേരിക്ക ദ സിവിൽ വാർ.
റൂസോ സഹോദരന്മാർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചലഞ്ചായിരുന്നു ആ സിനിമ. ഒരു ക്യാപ്റ്റൻ അമേരിക്ക സിനിമയാണ് എന്ന് പറയുമെങ്കിലും അതിൽ അവഞ്ചേഴ്സ് മൊത്തം ഉണ്ട്. ഒരു അവഞ്ചേഴ്സ് 2.5 പോലെയാണ്. പോരാത്തതിന് സ്പൈഡർമാനെ സോണിയിൽ നിന്ന് കടം വാങ്ങി അവിടെ അവതരിപ്പിക്കണം. ഒപ്പം ബ്ലാക്ക് പാന്തർ എന്ന പുതിയ രാജാവിനെയും ആഫ്രിക്കയിലുള്ള വലിയൊരു വക്കാണ്ട എന്ന് പറയുന്ന ലോകത്തിനെയും ഒക്കെ തന്നെ ഇതിനകത്തേക്ക് ബ്ലെൻഡ് ചെയ്യണം. സാധാരണഗതിയിൽ ഇതൊക്കെ തന്നെ കുളമാകേണ്ടതാണ്. നമ്മൾ സ്പൈഡർമാൻ 3യുടെ കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്പൈഡർമാനെ കുറിച്ചുള്ളൊരു സ്റ്റാൻഡ് അലോൺ എപ്പിസോഡ് പണ്ട് ചെയ്തിരുന്നു. 3ാമത്തെ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക കേട്ടോ. പക്ഷേ മാർവൽ ഇവിടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നടത്തി. അവർ വില്ലനെ അങ്ങ് മാറ്റി. ഹീറോകൾ തന്നെ തമ്മിൽ തല്ലുമ്പോൾ ലോകം നശിപ്പിക്കാൻ വരുന്ന മറ്റൊരു ഏലിയനെ ഇവിടെ ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞു. ഹെൽമുട്ട് സിമോ എന്ന സാധാരണ മനുഷ്യൻ. അയാൾക്ക് സൂപ്പർ പവറൊന്നുമില്ല, അയാൾക്ക് ആയുധങ്ങളില്ല. പക്ഷേ അയാൾ ഒരൊറ്റ വീഡിയോ ടേപ്പ് ഉപയോഗിച്ചു. 1991 ഡിസംബർ 16 ആ CCTV ദൃശ്യമാണ് ഈ ടീമിനെ രണ്ടായിട്ട് പിളർത്തിയത്. ഈ സിനിമയുടെ ബിസിനസ് ബ്രില്യൻസ് കിടക്കുന്നത് അതിൻ്റെ കാസ്റ്റിങ്ങിലും അതുപോലെ തന്നെ കരാറിലുമാണ്. ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ പറയാം. ഒരുപക്ഷെ ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ബ്ലാക്ക് പാന്തറിൻ്റെ സ്റ്റാൻഡ് അലോൺ മൂവികൾ പറയേണ്ടതുണ്ടായിരുന്നുവെങ്കിലും ഞാനത് വളരെ കാര്യമായിട്ട് പറയുന്നില്ല. നമുക്ക് കഴിയുമെങ്കിൽ മാർവൽ സീരീസ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സിനും സ്പൈഡർമാൻ ചെയ്തതുപോലെ ഓരോ എപ്പിസോഡ് ചെയ്യാം. ചാഡ്വിക് ബോസ്മാൻ ഓഡിഷൻ പോലും നടത്താതെയാണ് സത്യത്തിൽ പുള്ളിക്കാരനെ ടീച്ചാലയാക്കി എടുക്കുന്നത്. 5Gക്ക് അത്രത്തോളം ഉറപ്പുണ്ടായിരുന്നു ബ്ലാക്ക് പാന്തറിൻ്റെ കാര്യത്തിൽ. സിവിൽ വാറിൽ അദ്ദേഹം കൊടുത്ത റോള് ചെറുതാണെങ്കിലും അത് വരാനിരിക്കുന്ന ഒരു സോളോ സിനിമയ്ക്കുള്ളൊരു വലിയ പരസ്യമായിരുന്നു. നമ്മൾ സ്പൈഡർമാൻ എപ്പിസോഡിൽ പറഞ്ഞ ഒരു ഡീലില്ലേ, ടോം ഹോളണ്ടിനെ വെറും 30 മിനിറ്റ് സ്ക്രീൻ ടൈമിൽ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയെന്ന് പറഞ്ഞത്. ടോണി സ്റ്റാർക്ക് അവനെ പരിചയപ്പെടുത്തുമ്പോൾ അത് സോണിക്കും മാർവലിനും കൈകോർക്കാനുള്ളൊരു അവസരമായിരുന്നു. സിവിൽ വാർ $1.1 ബില്യൺ നേടി. പക്ഷേ പണത്തേക്കാൾ ഉപരി അത് ഫ്രാഞ്ചൈസിയുടെ ടോണിനെയാണ് മാറ്റിമറിച്ചത്. ഹീറോകൾക്ക് പരസ്പരം കൊല്ലാൻ മടിയില്ലെന്നും ഓരോ ജയത്തിനും വില കൊടുക്കേണ്ടി വരുമെന്നും അത് സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. സിനിമയുടെ അവസാനം ടോണി സ്റ്റാർക്ക് ഒറ്റയ്ക്കാവുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ഒരു ക്രിമിനലായി ഒളിവിലാണ്. അവഞ്ചേഴ്സ് എന്ന ടീം ബ്രേക്കപ്പായി. ഇതൊരു തന്ത്രമായിരുന്നു. വരാനിരിക്കുന്ന താനോസിനെ നേരിടാൻ സൂപ്പർ ഹീറോകൾക്ക് പരസ്പരം തമ്മിത്തല്ലി ദുർബലരാകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോഴേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. മാർവൽ 2018 ഇറങ്ങാനിരിക്കുന്ന ഇൻഫിനിറ്റി വാറിൻ്റെ പ്ലോട്ട് തന്നെ 2016 അങ്ങനെ സെറ്റ് ചെയ്തു വെച്ചു. അയൺമാനെ വെച്ച് തുടങ്ങിയ ശാസ്ത്രലോകം ഇപ്പോൾ അതിരുകൾ ലംഘിക്കുന്നുണ്ട് എന്ന് മാർവലിനകത്ത് കാണാൻ പറ്റും. അന്യഗ്രഹ ജീവികൾ വന്നു, റോബോട്ടുകൾ വന്നു, സൂപ്പർ സോൾജിയേഴ്സ് വന്നു. സോ ഇനി എന്താണ്? മാർവലിന് പുതിയൊരു വേൾഡ് ഓപ്പൺ ചെയ്യണം, ഒരു മൾട്ടിവേഴ്സ്. പക്ഷേ മാജിക് സിനിമകളിൽ കൊണ്ടുവരുന്നത് വളരെ റിസ്ക്കാണ്. അത് വിശ്വസനീയമല്ലെങ്കിൽ പടം മൊത്തം ഒരു കാർട്ടൂൺ പോലെ ഇരിക്കും. ഇവിടെയാണ് മാർവൽ അവരുടെ അടുത്ത ബിസിനസ് തന്ത്രം പുറത്തെടുത്തത്. കാസ്റ്റിംഗ് ഈസ് ദ കിങ്. അവർ ബെനഡിക്ട് കംബർബാച്ചിനെ സമീപിക്കുകയുണ്ടായി. ഷെർലക് ഹോംസിലൂടെ ലോകം മുഴുവൻ ആരാധിക്കുന്ന നടനായിരുന്നു അപ്പോൾ അദ്ദേഹം ആദ്യം നോ പറഞ്ഞു. കാരണം തിരക്കാണ്. സാധാരണഗതിയിൽ ഒരു സ്റ്റുഡിയോ വേറെ നടനെ നോക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും അപ്പോൾ. പക്ഷേ കെവിൻ ഫൈജിക്ക് നിർബന്ധമാണ്. സ്ട്രേഞ്ച് ആവാൻ കംബർബാച്ച് തന്നെയാണ് ഏറ്റവും മികച്ച ഒരു ചോയ്സ്. സോ അവർ ആ സിനിമയുടെ റിലീസ് ഡേറ്റ് തന്നെ മാറ്റിവെച്ചു. അങ്ങനെ ഒരു നടന് വേണ്ടി മാർവൽ തൻ്റെ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിവെക്കുന്ന ഒരു സംഭവം അത്യപൂർവമായി ഉണ്ടായി. ആ തീരുമാനം തെറ്റിയില്ല കേട്ടോ. ഡോക്ടർ സ്ട്രേഞ്ച് വെറും ഒരു മന്ത്രവാദിയല്ല, അഹങ്കാരി ഒരു സർജനാണ്. ടോണി സ്റ്റാർക്കിൻ്റെ മറ്റൊരു പതിപ്പാണ്. അയൺമാൻ പടിയിറങ്ങുന്ന കാലത്ത് ആ വിടവ് നികത്താൻ ശേഷിയുള്ള അതേ സ്വഭാവ സവിശേഷതയുള്ളൊരു നടനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഈ സിനിമയിലൂടെ അവർ ഇൻഫിനിറ്റി സ്റ്റോണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ അവതരിപ്പിക്കുകയുണ്ടായി. അതാണ് ടൈം സ്റ്റോൺ. എന്ന ക്ലൈമാക്സ് സീൻ ഓർമ്മിച്ച് നോക്കി. വില്ലനെ ഇടിച്ച് തോൽപ്പിക്കുന്നതിന് പകരം സമയത്തിൻ്റെ ലൂപ്പിൽ കുടുക്കി തോൽപ്പിക്കുന്ന ബുദ്ധി. ഇത് MCU പക്വത പ്രാപിക്കുന്നതിൻ്റെ ലക്ഷണമായിരുന്നു. ഇടി മാത്രമല്ല, ബുദ്ധിയും പ്രധാനമാണെന്ന് അവർ തെളിയിച്ചു. വിഷ്വൽ എഫക്ട്സിൻ്റെ കാര്യത്തിൽ ഇൻസെപ്ഷൻ സിനിമയോട് കിടപിടിക്കുന്ന ഗ്രാഫിക്സാണ് അവർ കൊണ്ടുവന്നത്. കെട്ടിടങ്ങൾ മടക്കിയും തിരിച്ചും അവർ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. പലപ്പോഴും ഇൻസെപ്ഷൻ്റെ ഒരു ഇൻസ്പിറേഷൻ പലയിടത്തും കാണാൻ പറ്റും. $677 ബില്യൺ നേടിയാണ് ഈ റിസ്ക്കും വിജയിച്ചത്. 2016 അവസാനിക്കുമ്പോൾ മാർവൽ നിൽക്കുന്നത് വിജയത്തിൻ്റെ കൊടുമുടിയിലാണ്. പഴയ മാനേജ്മെൻറ്റിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു. സ്പൈഡർമാനെ വിജയകരമായി അവതരിപ്പിച്ചു. ബ്ലാക്ക് പാന്തറിന് ഹൈപ്പ് കൊടുത്തു. മാജിക്കും ശാസ്ത്രവും ഒരുപോലെ വർക്കൗട്ടാവുമെന്ന് തെളിയിച്ചു. പക്ഷേ ഈ വിജയങ്ങളുടെ ഇടയിലും ഒരു കാര്യം ബാക്കിയുണ്ട്. അവരുടെ ഏറ്റവും ശക്തരായ 2 ഹീറോകൾ സിവിൽ വാറിൽ ഉണ്ടായിരുന്നില്ല, തോറും ഹൾക്കും. അവർ എവിടെ പോയിരുന്നു? അടുത്ത ഭാഗത്തിൽ നമ്മൾ ഭൂമി വിടുകയാണ്. ഒരു ഗ്ലാഡിയേറ്റർ അറീനയ്ക്കും ലോകഭൂപടത്തിലില്ലാത്തൊരു സ്വർണ്ണ നഗരത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്നു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അതിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡോണ്ട് മിസ് ഇറ്റ്.